ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പൊ അത് നമ്മളൊരു 2 ആഴ്ചക്ക് മുൻപ് ഇലക്ഷന്റെ റിസൾട്ട് അറിയുന്നതിന് ഒരു 3-4 ദിവസത്തിന് മുൻപാണ് പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ആ ഒരു സമയത്ത് ആര് ജയിക്കും, ആര് തോക്കും, ആര് ജയിക്കും, ആര് തോക്കും, ആരായിരിക്കും ഇനി മുഖ്യമന്ത്രിയാകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ ആ സമയത്ത് വന്ന വാർത്തകൾക്കെല്ലാം പ്രാധാന്യമുള്ള വാർത്തകൾ എല്ലാ ചാനലുകളിലും വന്നു, അതേപോലെ ന്യൂസ് പേപ്പറുകളിലും വന്നു. പക്ഷേ സാധാരണ ജനങ്ങൾ എത്രമാത്രം ആ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തു, വേണ്ട രീതിയിൽ അത് കേട്ടിരുന്നോ എന്നുള്ളത് എനിക്കൊരു സംശയം തോന്നി. അപ്പൊ അതുകൊണ്ട് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. അപ്പോ അന്ന് പ്രധാനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളുണ്ട്. അത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം വാങ്ങുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം. അതേപോലെ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ സ്വർണം വാങ്ങാൻ പാടുള്ളതല്ല. ഇന്ധനം കരുതലോട് ഉപയോഗിക്കണം. പൊതുഗതാഗത സംവിധാനം ആളുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞതിനെ വളരെ വളരെ പോസിറ്റീവായി മാത്രം കണ്ടാൽ മതി. വരാനിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ നമ്മൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു മാർഗനിർദ്ദേശമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞ ഈ ഒരു കാര്യത്തെ കോൺഗ്രസ് ഒക്കെ വളരെ വലിയ രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മാസങ്ങൾ പിന്നിടുകയാണ്. ഉടനെ എങ്ങും യുദ്ധത്തിന് അറുതി വരാനുള്ള സാധ്യതയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വാഭാവികമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗ്യാസുമായി ബന്ധപ്പെട്ട ഷോർട്ടേജ് ആണ്. അത് ഇന്ധനത്തിലേക്ക് കടക്കാൻ അധികം വേണ്ടി വരില്ല. ഇപ്പോൾ 1 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരണം ഇന്ത്യക്കുണ്ട്. ഇന്ധനത്തിലേക്ക് കടക്കാൻ അധികം വേണ്ടി വരില്ല എന്നുള്ളതിന്റെ സൂചനയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഇതെല്ലാം ഉപയോഗിക്കാം. ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലെ 2 ദീർഘത്തിൽ കിട്ടിയിരുന്ന എണ്ണ അവിടെ ഇപ്പൊ 4 ദീർഘം കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അത്രയും കൂടി. അതേപോലെ ഭക്ഷ്യേതര വസ്തുക്കൾക്കെല്ലാം അവിടെ വില കൂടിയിട്ടുണ്ട്. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന നാടായിട്ട് പോലും, രാജ്യങ്ങളായിട്ട് പോലും. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം എണ്ണ ഉപയോഗിക്കുക. പെട്രോൾ ഉൽപ്പന്നങ്ങളൊക്കെ നേരത്തെ തന്നെ കരുതിയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയും. അനാവശ്യമായ യാത്രകൾ പരമാവധി ഒഴിവാക്കുക. പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്ന സ്കൂളുകളും കോളേജുകളിലും ഓഫീസുകളിലും മറ്റു ജോലികൾക്കൊക്കെ പോകുന്ന ആൾക്കാർ പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുക. കാറിൽ പോകുന്ന ആൾക്കാർ സ്കൂട്ടറിൽ പോകുന്ന ആൾക്കാർ സൈക്കിളിൽ പോകാൻ ശ്രമിക്കുക. അത് ഒരു നല്ലൊരു വ്യായാമവും കൂടിയാണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇന്ധനം ലാഭിക്കാൻ പറ്റും. മറ്റൊന്ന്, പാചകവാതകം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ രാവിലെ ഓഫീസുകളിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ, വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ, നമ്മൾ രാവിലെയുള്ള തിരക്ക് പിടിച്ച നമ്മുടെ ദൈനംദിന ജീവിതത്തില് നമ്മൾ ഒരിടപ്പത്ത് വെള്ളം വെക്കുന്നു, മറ്റൊരിടപ്പത്ത് കറികൾ വെക്കുന്നു, ചോറെടുപ്പത്ത് വെക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അശ്രദ്ധയായിട്ട് അപ്പോഴത്തേന് വെജിറ്റബിൾ അരിയാൻ നമ്മൾ നിൽക്കും. ആ സമയത്ത് വെള്ളമൊക്കെ തിളച്ച് വറ്റിയിട്ടുണ്ടാകും. അപ്പം അനാവശ്യമായി എപ്പോഴും നമ്മളൊരു കെയർ അവിടെ ഉണ്ടാവണം. അപ്പം അങ്ങനെ അനാവശ്യമായി നമ്മൾ ഗ്യാസ് ഉപയോഗിക്കാതിരിക്കുക. വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഗ്യാസ് ഉപയോഗിക്കുക. പാചകവാതകം സൂക്ഷിച്ചുപയോഗിക്കുക, അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക. മാത്രവുമല്ല, സ്വർണം വാങ്ങുന്നത് പരമാവധി കുറയ്ക്കുക. പക്ഷെ സ്വർണ്ണക്കടക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അവർക്ക് ബിസിനസ് നടന്നാൽ മാത്രമേ ലാഭം കിട്ടുകയുള്ളൂ. അതേസമയം തന്നെ നമ്മൾ എത്ര സ്വരൂ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് സ്വർണം വാങ്ങാൻ പാടുള്ളതല്ല, പ്രത്യേകിച്ച് ഈ വില കൂടി നിൽക്കുന്ന ഘട്ടത്തിൽ. കാരണം നമുക്ക് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല സ്വർണം. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ 6% ഇപ്പോൾ 14% വർദ്ധിപ്പിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. അതിൽ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല. കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളും ഉയർത്തുന്ന ആക്ഷേപങ്ങളിൽ യാതൊരു കാര്യവുമില്ല. കാരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടും കരുതലോടും ഉപയോഗിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.